The top spot has been taken by Circuit Sports. Team Circuit Sports. ലോക റോബോട്ടിക് ചാമ്പ്യൻഷിപ്പിൽ നേട്ടം കൊയ്ത് മലയാളി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 24 മുതൽ 27 വരെ ഡൽഹി നോയിഡയിൽ ലോക റോബോട്ടിക് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി നടന്ന ഇലക്ട്രിക് റിമോട്ട് കൺട്രോൾ കാർ റേസിംഗിൽ 1ാം സ്ഥാനം നേടി മലയാളി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ. കോയമ്പത്തൂർ ഹിന്ദുസ്ഥാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ബിടെക് വിദ്യാർത്ഥികളായ മലപ്പുറം എടയൂർ ജാനകി ഭവനിൽ മഹി കൃഷ്ണ ടി, തൃശൂർ പുത്തൻചിറ വെളുത്തെടത്തുകാട്ടിൽ ബാസിൽ മുഹമ്മദ് ബെന്യാമിൻ, തൃശൂർ അടാട്ട് കല്ലൂർ വീട്ടിൽ ആകാശ് എസ് നാഥ്, തൃശൂർ വിയൂർ പാടൂക്കാട്ട് കായൽപ്പാട വീട്ടിൽ ആദിത്യൻ, എറണാകുളം മാപ്പിളകുടിയിൽ അലൻ സക്രിയ എന്നിവരാണ് നേട്ടം കൈവരിച്ചത്. ടെക്നോഷ്യൽ ഗ്ലോബൽ റോബോട്ടിക്സ് ചാമ്പ്യൻഷിപ്പിൽ RC കാർ ഇലക്ട്രിക് റേസിംഗിൽ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ടീമാണ് ഞങ്ങൾ. ഞങ്ങളുടെ ടീമിന്റെ പേര് സർക്യൂട്ട് ഫോർജ് എന്നാണ്. അപ്പോൾ ഞാനാണ് ടീം ലീഡ്. ഇത് എഞ്ചിനീയർ ലീഡ് മഹി കൃഷ്ണ, എൻ്റെ പേര് ബാസിൽ ബെന്യാമിൻ, ആദിത്യൻ പിറ്റ് ക്രൂ ആയിട്ടുള്ളത്, പിന്നെ അതേപോലെ തന്നെ അലൻ സക്രിയ പിറ്റ് ക്രൂ തന്നെയാണ്, പിന്നെ ഞങ്ങളുടെ ഡ്രൈവറായിട്ടുള്ള ആകാശ്. അപ്പോൾ ഇത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. ലൈക്ക് നമ്മളൊരു RC ഇലക്ട്രിക് കാർ ഉണ്ടാക്കി അതൊരു ബഗ്ഗി പോലത്തെ ഒരു വേർഷനിലായിരിക്കണം. എന്നിട്ട് ഓഫ് റോഡ് 200 മീറ്റർ ട്രാക്കിൽ നമ്മൾ റേസ് ചെയ്യണം. ഏറ്റവും കുറഞ്ഞ ടൈമിലും ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചിലാണ് നമ്മൾ ഈ കളി ജയിക്കേണ്ടത്. അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഏകദേശം 200 മീറ്റർ 29 സെക്കൻഡ് ആവറേജ് വെച്ചിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. ഏകദേശം 30ഓളം രാജ്യങ്ങളായിരുന്നു ഈ ഒരു ഈവെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു ഇതിൽ. അപ്പോൾ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം ആയിരുന്നു ഇത് ഞങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ. പിന്നെ ടെക് ഭാഗമായിട്ട് മഹി പറയും. ലോകത്ത് റോബോട്ടിക്സ് ചാമ്പ്യൻഷിപ്പായിട്ട് കൂടുതൽ ചാമ്പ്യൻഷിപ്പ് ഒന്നും നടക്കാറില്ല. സ്പോർട്സിന് ഒളിമ്പിക്സ് നടക്കുന്ന പോലെ റോബോട്ടിക്സിൽ മുൻകൈ എടുത്ത് വന്നൊരു ഇവൻ്റാണ് ടെക്നോഷ്യൻ. അപ്പോൾ നമ്മളെപ്പോലത്തെ റോബോട്ടിക് എക്സ്പീരിയൻസിനായിട്ട് കുറേ ഇവൻറ്റ്സ് അവർ കൊടുത്തിട്ടുണ്ട്. റോബോ റേസ്, റോബോ വാർ, ഇതേപോലെ RC ഇലക്ട്രിക് റേസ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൺവീനിയൻറ്റും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും വെച്ച് നോക്കി നമ്മൾ RC ഇലക്ട്രിക് കാർ റേസ് ആണ് ചൂസ് ചെയ്തത്. ഫുൾ ആൻഡ് ഫുൾ നമ്മൾ ഈ വണ്ടി ബിൽഡ് ചെയ്തെടുത്താണ്. ഒരു പ്രോപ്പർ ഓഫ് റോഡ് വണ്ടി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതേപോലെ സിംഗിൾ മോട്ടർ അതിൽ എഞ്ചിനാണെങ്കിൽ നമ്മളിതിൽ മോട്ടർ യൂസ് ചെയ്ത് ആക്സിൽ ഡ്രൈവ് കൊടുത്ത് ഡിഫറൻഷ്യൽ വെച്ച് ആണ് ഈ വണ്ടി വർക്ക് ചെയ്യുന്നത്. ഫുൾ ആൻഡ് ഫുൾ നമ്മുടെ ടീം ഇരുന്ന് റിസർച്ച് ചെയ്ത് കോമ്പറ്റീഷനെ കുറിച്ച് അനലൈസ് ചെയ്ത് അതിന് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയൊരു വണ്ടിയാണ് ഇത്. ഏകദേശം ഇതിൻ്റെ സ്പീഡ് പറയുകയാണെങ്കിൽ ഒരു 50 to 60 km/h പോകാനുള്ള കേപ്പബിലിറ്റി ഈ വണ്ടിക്ക് ഉണ്ട്. പിന്നെ നമ്മൾ പ്രോപ്പർ റേസിന് വേണ്ടി ട്രാക്ക് ബിൽഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അതിനനുസരിച്ച് വേണ്ടി ട്യൂണിങ് എല്ലാം ചെയ്തിട്ടാണ് ഈ വണ്ടി അവസാനം കോമ്പറ്റീഷന് വേണ്ടി പുറത്തിറക്കിയിട്ടുള്ളത്. വാഹനം നിർമ്മിക്കുവാനും മറ്റുമായി ടീം അംഗങ്ങൾ എടുത്ത പരിശ്രമങ്ങൾക്കും പിന്തുണയും സാമ്പത്തിക സഹായവുമായി എല്ലാവരുടെയും വീട്ടുകാരും ഉണ്ടായതായി ഇവർ പറയുന്നു. മിക്ക ഉപകരണങ്ങളും വിദേശത്തു നിന്നാണ് ഇവർ നാട്ടിലെത്തിച്ചത്. അപ്പോൾ വീട്ടുകാരുടെ ഭാഗത്തു നിന്നായാലും കോളേജിൻ്റെ ഭാഗത്തു നിന്നായാലും നമുക്ക് അത്യാവശ്യം ഫണ്ടിങ് വന്നുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു വണ്ടി ഉണ്ടാക്കി എല്ലാവർക്കും ഡൽഹി പോകാനൊക്കെ പറ്റിയത്. അല്ലെങ്കിൽ ഡൽഹി പോക്കും ചിലവുകളൊന്നും ഞങ്ങളെക്കൊണ്ട് സ്റ്റുഡൻസ് എന്ന രീതിയിൽ ഞങ്ങളെക്കൊണ്ട് താങ്ങാവുന്നതല്ല. അപ്പോൾ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും ഫിനാൻഷ്യൽ സപ്പോർട്ടും എല്ലാം ആണ് നമുക്ക് ഇങ്ങനെ വണ്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. മോട്ടറിന് മാത്രം നമുക്ക് ഏകദേശം 10,000 രൂപയുടെ അടുത്ത് വരുന്ന മോട്ടറുകൾ നമ്മൾ യൂസ് ചെയ്തില്ല. കസ്റ്റമൈൻഡ് ചെയ്തുള്ള പോലത്തെ മോട്ടറുകളാണ്. എനിക്ക് തോന്നുന്നു അയർലാൻഡോ എവിടെ നിന്നാണ് പോളണ്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത മോട്ടറുകളാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ഇവിടെ ഹോബിയിൽ കുറേ ആൾക്കാരുള്ളത് കാരണം അവരുടെ ആൾക്കാരെ നമുക്ക് ഈസി ആയിട്ട് സോഴ്സ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ കേരളത്തിലെ RC കമ്മ്യൂണിറ്റി വളരുന്നത് നമുക്ക് ഇതേപോലത്തെ റേസും കോമ്പറ്റീഷനും പോകുന്ന ആൾക്കാർക്ക് ഭയങ്കര ഉപകാരപ്പെട്ടൊരു കാര്യമാണ്. 30 രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്ത മത്സരത്തിലാണ് ഇവർ നേട്ടം കൊയ്തത്. 1 ലക്ഷം രൂപയും മെഡലും ട്രോഫിയും ഇവർക്ക് സമ്മാനമായി ലഭിച്ചു. മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി 5 പേരും ചേർന്നാണ് കാർ നിർമ്മിക്കുകയും പരിശീലിക്കുകയും മറ്റും ചെയ്തതെങ്കിലും അവസാന ഘട്ടത്തിൽ വാഹനത്തിന് നേരിട്ട സാങ്കേതിക തകരാർ പരിഹരിക്കാൻ അലന് നാട്ടിൽ തന്നെ തുടരേണ്ടി വന്നു. അതിനാൽ അലന് ഡൽഹിയിൽ നടന്ന മത്സരത്തിലെത്താൻ കഴിഞ്ഞില്ല. വണ്ടി ഉണ്ടാക്കാൻ നേരത്ത് നമുക്ക് ഒരുപാട് ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഇതിൻ്റെ കോമ്പോണൻസ് വാങ്ങാനായിരുന്നു നമുക്ക് ഏറ്റവും വലിയൊരു ടാസ്ക്. കാരണം ഇത്രയും പെർഫോമൻസിലുള്ള ഒരു വണ്ടി RC കാർ ടോയ്സിൽ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. പക്ഷേ ഇത്രയും പെർഫോമൻസിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓരോ കോമ്പോണൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കേരളത്തിൽ ഓൾറെഡി RC കമ്മ്യൂണിറ്റികളുണ്ട്. അപ്പോൾ നമ്മുടെ പരിചയത്തിൽ മാഹിൻ ചേട്ടൻ പറഞ്ഞൊരു പുള്ളിയുണ്ട്, മൂവാറ്റുപുഴയിലാണ്. അലൻ്റെ വീടിൻ്റെ അടുത്താണ് സ്ഥലം. അപ്പോൾ പുള്ളിയാണ് നമുക്ക് ഇതിന് വേണ്ട ഒട്ടുമിക്ക കോമ്പോണൻസും ഡിഫറൻഷ്യൽ മെക്കാനിസവും ഇമ്പോർട്ട് ചെയ്ത മോട്ടറും ട്രക്സസിൻ്റെ വലിയൊരു റേസിംഗ് ടീമാണ് ട്രക്സസ്. അവരിറക്കുന്ന കൺട്രോളറാണ് നമ്മൾ ഈ വണ്ടിയിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ സാധനം നമുക്ക് കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്തതെന്നൊക്കെ മാഹിൻ ചേട്ടനാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മോട്ടർ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കേടുവന്നു പോയി. നമ്മളൊരു എക്സ്ട്രാ മോട്ടർ അന്വേഷിച്ച് പോയി. എല്ലാം മാഹിൻ ചേട്ടനാണ് നമുക്ക് റെഡിയാക്കി തന്നെ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫെയിലിയേഴ്സ് നമുക്ക് ഇതിൻ്റെ ഇടയിലുണ്ടായിരുന്നു. പിന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല, എങ്ങനെയാണ് ഡിഫറൻഷ്യൽ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിക്കൽ പരിപാടികളൊക്കെ. അതൊക്കെ നമ്മൾ യൂട്യൂബ് നോക്കി റിസർച്ച് ചെയ്ത്
അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ വണ്ടി ബിൽഡ് ചെയ്തിട്ടുള്ളത്? കുറച്ച് ടഫ് തന്നെയായിരുന്നു. കാരണം നമ്മൾ RC കാർ എന്ന് പറഞ്ഞാൽ നമ്മളധികം ചെറുപ്പത്തിൽ കണ്ടല്ലാണ്ട് പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഫോക്കസ് ചെയ്യാത്തൊരു സാധനമാണല്ലോ. അപ്പൊ മെക്കാനിക് സൈഡ് ഡിഫറൻഷ്യലൊക്കെ വരുമ്പോൾ കുറച്ച് പാടായിരുന്നു. പക്ഷെ എന്നാലും യൂട്യൂബൊക്കെ നോക്കി അത്യാവശ്യം സെറ്റാക്കി എടുത്ത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ പോയത് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. ലാസ്റ്റ് മിനിറ്റിൽ മോട്ടോർ പോയി, പിന്നെ അത് പോയി സോഴ്സ് ചെയ്ത്, അത് കാരണം കോമ്പറ്റീഷൻ എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന് ലാസ്റ്റ് മിനിറ്റിൽ പോയി കഴിഞ്ഞപ്പോൾ കോമ്പറ്റീഷൻ ഒരാൾ ഇവിടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ മോട്ടോർ സെറ്റ് ചെയ്യാനുള്ള ടൈമേ ഉണ്ടായുള്ളൂ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലഞ്ചിങ് ആയിരുന്നു. അവിടെ ആണെങ്കിലും കോളേജിന്റെ അവിടെ ഹോസ്റ്റലിലാണെങ്കിലും നിന്ന് ട്രാക്കൊക്കെ ബിൽഡ് ചെയ്ത്, ക്ലൈമറ്റിക് കണ്ടീഷൻസ് ആണെങ്കിലും ആ സമയത്ത് നല്ല മോശമായിരുന്നു. പിന്നെ അതൊക്കെ ഫേസ് ചെയ്ത് ട്രാക്കൊക്കെ ബിൽഡ് ചെയ്ത് എല്ലാം റെഡിയാക്കി, എന്തോ ദൈവഭാഗ്യം കൊണ്ട് കാര്യങ്ങളൊക്കെ സ്മൂത്തായി നടന്ന് സെറ്റായി. അടുത്ത പ്ലാൻ ഇനി അടുത്ത കോമ്പറ്റീഷൻ വരുമ്പോ ഇതിലും കിടലുള്ളൊരു സാധനം മേജർ അപ്ഡേറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി അപ്ഡേറ്റ് ഇടും കൂടുതലായിട്ട് ഇതിനും വലിയ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു വണ്ടിയാണ് അടുത്ത റേസിന് ഞങ്ങൾ. ഓൾറെഡി ഇപ്പോ നമ്മുടെ വണ്ടിയുടെ കപ്പാസിറ്റി പറയുന്നത് ആവറേജ് എല്ലാവരും കമ്പയർ ചെയ്യുമ്പോൾ 26 to 29 സെക്കൻഡ് ആയിരുന്നു എല്ലാ റേസിലും നമ്മുടെ വണ്ടിയുടെ ആവറേജ് സ്പീഡ്. ബാക്കി എല്ലാവരും ഒരു 50-60 സെക്കൻഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു റേസ് കംപ്ലീറ്റ് ചെയ്യാൻ. പക്ഷെ ഇപ്രാവശ്യം നമ്മുടെ വണ്ടീനെ കുറിച്ച് എല്ലാവരും അനലൈസ് ചെയ്ത് പഠിച്ചുകൊണ്ട് അടുത്ത പ്രാവശ്യം ഇതേപോലത്തെ വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കോമ്പറ്റീറ്റ് ചെയ്തിട്ട് ആൾക്കാർ വരും. സോ അതിൽ നിന്ന് കുറച്ച് മാറി നിൽക്കാൻ വേണ്ടി ഇതിന്റെ അപ്ഡേറ്റഡ് മോഷനെ കുറിച്ച് അപ്ഡേറ്റഡ് വണ്ടികളെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനൊരു ബാക്കപ്പ് വണ്ടിയാക്കി വെച്ച് ഇതിനേക്കാട്ടിലും ഒരു ഡബിൾ പെർഫോമൻസും ഹാൻഡ്ലിംഗ് എല്ലാം കൂടി ഒരു വണ്ടി ഉണ്ടാക്കണം എന്നാണ് ഞങ്ങളുടെ പ്ലാൻ. ടെക്നോഷ്യൻ അല്ലാണ്ട് ഒരുപാട് റേസുകളും കോമ്പറ്റീഷനും പുതുതായിട്ട് വരുന്നുണ്ട്. അതിനെല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഈ ഒരു വിജയം മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ബാസിൽ മുഹമ്മദ് ബെന്യാമിനും മഹി കൃഷ്ണയും മെക്കാട്രോണിക്സ് അവസാന വർഷ വിദ്യാർത്ഥികളും ആകാശ്, ആദിത്യൻ, അലൻ എന്നിവർ ഫുഡ് ടെക്നോളജി 3ാം വർഷ വിദ്യാർത്ഥികളുമാണ്. കൂടുതൽ വേഗതയും സ്ഥിരതയും കൈവരിക്കാൻ ശേഷിയുള്ള പുതിയ വാഹനം നിർമ്മിച്ച് ഭാവിയിലെ മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് ഈ 5 അംഗ ടീം. ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ.